ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 5/2025. ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഇതിൽ ആൻസർ വരുന്നത് 1ഉം 2ഉമാണ്. 1, 2. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ആൻസർ വരുന്നത് 1ഉം 2ഉമാണ് ശരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉമാണ്. 1, 2, 4 മാത്രമാണ് ശരി. ബക്രാനങ്കർ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ, നർമ്മദ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ശരി ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1914 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചത്. 1, 2, 3 എന്നിവയാണ് ശരി. ക്വസ്റ്റ്യൻ നമ്പർ 4, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ഇത് ശരിയാണ്. EV രാമസ്വാമി നായക് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഈ ഓപ്ഷന് ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ശരിയാണ്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം എന്നുള്ളത് തെറ്റാണ്. 1, 2, 3 എന്നിവയാണ് ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? രചനകളിൽ പെടാത്തത് 4 മാത്രമാണ്. ഏതൊക്കെയാണ് രാജാറാം മോഹൻ റോയിയുടെ രചനകൾ? ഏതൊക്കെയാണ്? പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, തുഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഇത്രയും രാജാറാം മോഹൻ റോയിയുടെ രചനകളാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ തെറ്റാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം ശരിയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ. മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇതിലെല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിംഗ്സ്ലി. എല്ലാം ശരിയാണ്. എന്തൊക്കെയാണ്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം എന്നുള്ളത്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിംഗ്സ്ലി ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി 1 മാത്രമാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ എന്നുള്ളത് തെറ്റാണ്. ബാക്കി ശരിയായിട്ടുള്ളത് നാറ്റോ ബ്രസൽസ് ആണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ആണ്. ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ലിയോൺ ആണ്. നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇൻ്റർപോൾ ലിയോൺ. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ്? അബ്ദുൽ കലാം ആസാദ് ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അസാം ഹിമാലയ പർവ്വതത്തിലെ ഉയരം കൂടിയത് ഏതാണ്? നംജാ ബർവയാണ്. അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംജാ ബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ എന്ന് പറയുന്നത്. കരീവ. ഓപ്ഷൻ സി ആണ് ആൻസർ. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? റാറ്റ് ഹോൾ മൈനിങ് ആണ്. റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിൻ്റെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് നദികൾ
ഒഴുകുന്ന നദികൾ സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നറൗറ ഉത്തർപ്രദേശിലാണ്. UPയിലാണ് നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. 2024 ഒക്ടോബർ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 കസാൻ റഷ്യ. ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഗുർ ഖണ്ഡസാരി എന്ന് പറയുന്ന പദങ്ങൾ. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഇത് ഡിലീറ്റഡ് ആയിരുന്നു. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് ആഗോള സുസ്ഥിര വികസനത്തെ കുറിക്കുന്ന വേർഡാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? കേരളം. താഴെ പറയുന്നതിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക എന്നിവ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവയാണ്. താഴെ പറയുന്നത് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ജരി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം? ധോളാവീര. സി ആണ് ആൻസർ. ചുവടെ കൊടുത്തിരിക്കുന്നത് ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഒന്ന് മാത്രം. ശരിയായിട്ടുള്ള ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. പാഞ്ചാലി ശപഥം ആരുടെയാണ്? സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്? സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കരുടേതാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. ഓപ്ഷൻ ബി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 1D. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. 2C ആണ്. 14 മുതൽ സമത്വത്തിനുള്ള അവകാശമാണ് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. 3A. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ പറയുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ബി ആണ് ആൻസർ. ചുവടെ തന്നിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഇവയെല്ലാം തന്നെ ഉൾപ്പെടും. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇതെല്ലാം തന്നെ കറക്റ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് കറക്റ്റാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണെന്നുള്ള തെറ്റാണ്. 65 വയസ്സാണ്. ആൻസർ വരുന്നത് 1ഉം 2ഉം മാത്രമാണ് ശരി. ഇന്ത്യയിലെ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. എ ആണ് ആൻസർ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്.
താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ്? ഇവരെല്ലാം തന്നെ അംഗങ്ങളായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഡി ആണ് ആൻസർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനിയാണ് ഇതിൽ. എ ആണ് ആൻസർ. 2027 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിൻ്റെ മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് എന്ന് പറയുന്നത്. പി ആർ ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണ്. സി. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്തയാണ്. ബി ആണ് ആൻസർ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. ബി. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതിൽ കലാപത്തിന് ഇടയാക്കി. അത് ശരിയാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. ഈ 2 ഓപ്ഷനാണ് ശരി. 1ഉം 4ഉം. സി ആണ് ആൻസർ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ് 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഇതിനകത്ത് ശരിയായിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്നുള്ളതാണ്. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാവുന്ന രാജ്യമാണ് ഇന്ത്യ. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് 1929. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനിയാണ് അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? കീഴരിയൂർ ബോംബ് കേസ്. എ ആണ് ആൻസർ. കീഴരിയൂർ ബോംബ് കേസ്. മൊബൈൽ ഫോണിൽ അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കുന്നതിനായിട്ടുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട് എന്നുള്ളത്. കൂട്ട്. ബി ആണ് ആൻസർ. മഹാകവി ജി ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഒവ്യൂൾ വിത്താകുന്നത്. എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ഏതാണ്? എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. സി. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഡി ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ്. തന്നിരിക്കുന്നതിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ലിപ്പേസ് ആണ്. ലിപ്പേസ്. ബാക്കി പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ ഒക്കെ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ടവയാണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന എഴുതുക. ബി ആണ് തെറ്റായിട്ടുള്ള. വേനൽക്കാലത്ത് വാസപ്രസിൻ്റെ അളവ് കുറവായിരിക്കും എന്നുള്ള തെറ്റാണ്. കൂടുതലായിരിക്കും. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗമനത്തിലൂടെ വാസപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വേനൽക്കാലത്ത് കൂടുതലായിരിക്കും. വാസപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണം കുറയും. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. 1, 2 ശരി, 3, 4 തെറ്റ്. 1, 2 ശരി, 3, 4 തെറ്റ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ക്യൂണി കൾച്ചർ താഴെ കൊടുത്തിരിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്?
തെന്നി നീങ്ങുന്ന സന്ധിയാണ്. ഡി ആണ് ആൻസർ. സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2ഉം 3ഉമാണ് ശരി. പേശികോശത്തിലും ന്യൂറോണുകൾക്കിടയിലും കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. ഇതാണ് സിനാപ്സ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയത് ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ്. അൽനിക്കോ. താഴെ തന്നിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ് ആണ് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത്. പ്രോട്ടോണിന് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. LPGയുടെ മുഖ്യ ഘടകമാണ്. ഇത് ക്യാൻസലാകുന്നു. പ്രവേഗത്തിൻ്റെ നിരക്ക് ത്വരണം. പ്രവേഗത്തിൻ്റെ നിരക്കാണ് ത്വരണം. ഡി. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജം ഏതാണ്? ഗതികോർജമാണ്. ഗതികോർജം. ഡി ആണ് ചലനം കൊണ്ട്. താഴെ തന്നിരിക്കുന്നത് ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ഗ്രീൻ എനർജി അല്ലാത്തതാണ് അറ്റോമിക് റിയാക്ടറുകൾ. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഒക്കെ ഗ്രീൻ എനർജിക്ക് എക്സാമ്പിളാണ്. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിലുപയോഗിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് തരംഗമാണ്. അൾട്രാസോണിക്. ഇത്രയായിരുന്നു GK പാർട്സ്. ഇനി മാത്സ് ആണ്. 81ൻ്റെ ആൻസർ ബി, 82 സി, 83 എ, 84 ബി, 85 ബി, 86 എ, 87 ഡി, 88 ഡി, 89 ബി, 90 ബി, 91 ഡി, 92 ഡി, 93 എ, 94 സി, 95 ബി, 96 എ, 97 എ, 98 എ, 99 സി, 100 സി. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു.